കുറെ സാലഡൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് മജ്ബൂസ് ഉണ്ടാക്കിയാലോ. മന്തിന്റെ പല വെറൈറ്റീസും വന്ന്. എന്നാലോ മജ്ബൂസ് നിങ്ങൾ എവിടെയും കണ്ടിക്കോ? കുറെ ഇല്ലേ കാണാത്തത്. നമുക്ക് കുറച്ച് മജ്ബൂസ് ഉണ്ടാക്കി വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റമാണ് മജ്ബൂസ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. കുറച്ച് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബിരിയാണിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കല് മജ്ബൂസ് തന്നെയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കനെ മഞ്ഞൾ, മുളക്, ഗരം മസാല, കുറച്ച് ഉപ്പും നാരങ്ങനീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ശാലോ ഫ്രൈ ചെയ്യുന്നത്. അത് നന്നായിട്ട് പൊരിച്ചിട്ട് മാറ്റി വെക്കുക. ചോറ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ദെൻ അതൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം സ്ലൈസ് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടിക്കഴിഞ്ഞാലേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ചതച്ചതോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തതോ ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, പിന്നെ മജ്ബൂസ് പൗഡർ ഇതാണ് ചേർക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൈസസ് എല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസും കൂടി ഇട്ടിട്ട് വേവിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ചൊരു 10-15 മിനിറ്റ് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ചോറ് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.